പാലക്കാട്ടേക്ക് പോകുകയാണ്. അവിടെ വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവിടെയും BJP വിജയം ആവർത്തിച്ചിരിക്കുന്നു. തുടർച്ചയായി ഇത് മൂന്നാം ടേമാണ് പാലക്കാട് നഗരസഭയുടെ ഭരണത്തിലേക്ക് BJP എത്തുന്നത്. അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, വോട്ടെടുപ്പ് പൂർത്തിയായി കഴിയുന്ന ഘട്ടത്തിൽ തിളക്കമാർന്ന വിജയം പാലക്കാട് നഗരസഭയിൽ ഈ ചെയർമാൻ സ്ഥാനത്തേക്ക് BJP നേടിയിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും ഗൗതം, പാലക്കാട് നഗരസഭയിൽ അങ്ങനെ തുടർച്ചയായി മൂന്നാം തവണയും BJPയുടെ ചെയർമാൻ ഉണ്ടായിരിക്കുന്നു. ചെയർമാൻ സ്ഥാനാർത്ഥിയായി P. സ്മിതേഷ്, അദ്ദേഹം 25 വോട്ടുകൾ നേടിയാണ് വിജയിച്ചിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ചെയർമാനായി ചുമതലയെടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ചെയർമാൻ്റെ ഒരു സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ചെയർമാൻ്റെ ഓഫീസിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും NDA സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാന മുഹൂർത്തം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ BJPയുടെ മുതിർന്ന നേതാക്കളെയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. KK അനീഷ് കുമാർ, അതുപോലെ തന്നെ C. കൃഷ്ണകുമാർ, അതുപോലെ BJP ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ചെയർമാനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ചെയർമാൻ്റെ ഓഫീസിലേക്ക് തന്നെ എത്തിയിരിക്കുന്ന കാഴ്ചയാണ്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തുടർച്ചയായ മൂന്നാം തവണയും പാലക്കാട് നഗരസഭയിൽ BJPയുടെ ചെയർമാൻ ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല ഇന്ത്യ സഖ്യം ഒരുമിക്കാൻ വേണ്ടി CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് ചേരുന്നതിന് വേണ്ടിയുള്ള പലതരത്തിലുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു. ആ ശ്രമങ്ങളൊക്കെ വിഫലമായിരിക്കുന്നു. അങ്ങനെ പാലക്കാട് നഗരസഭ മൂന്നാമതും, അതായത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് BJP അധികാരത്തിലെത്തിയ പാലക്കാട് നഗരസഭ 2015-ൽ 24 സീറ്റുകൾ നേടി BJP അധികാരത്തിലെത്തിയ നഗരസഭ. ആ നഗരസഭയിൽ മൂന്നാം തവണയും BJP തന്നെ അധികാരത്തിന്റെ കസേരയിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏതായാലും നഗരസഭാ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട P. സ്മിതേഷ്, അദ്ദേഹത്തിന് വിവിധ മുതിർന്ന BJP നേതാക്കളും മറ്റുമൊക്കെ അദ്ദേഹത്തിന് ചെയർമാൻ്റെ റൂമിലേക്ക് എത്തി സ്വീകരിക്കുന്ന, അദ്ദേഹത്തിനെ ഷോൾ അണിയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും P. സ്മിതേഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കഴിഞ്ഞ 4 ടേമായി പാലക്കാട് നഗരസഭയിൽ അദ്ദേഹത്തിന് വലിയ രീതിയിൽ മുന്നേറ്റം നടത്തി വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ നഗരസഭാ ചെയർമാനായി P. സ്മിതേഷ് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ 4 തവണയും മത്സരിച്ച ഇടങ്ങളിലൊക്കെ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞ് CPM-ൻ്റെ ആദ്യമായിട്ട് അദ്ദേഹം മത്സരിക്കുന്നത് CPM-ൻ്റെ ഒരു സിറ്റിംഗ് വാർഡ് പിടിച്ചെടുത്തുകൊണ്ടാണ് പാലക്കാട് നഗരസഭയിൽ P. സ്മിതേഷ് ആദ്യമായി എത്തുന്നത്. ഇപ്പോഴേതായാലും സ്മിതേഷ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. പാലക്കാട് നഗരസഭ അങ്ങനെ മൂന്നാമതും BJPയുടെ കയ്യിൽ ഭദ്രമായി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ P. സ്മിതേഷ് എന്ന വ്യക്തി, അദ്ദേഹം ബൂത്ത് സെക്രട്ടറി ആയിട്ടും അതുപോലെ തന്നെ പ്രസിഡന്റ് എന്ന നിലയിലേക്ക് എത്താം. ഇപ്പോൾ തിരുവനന്തപുരത്ത് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അത് VV രാജേഷ് മേയറുടെ കസേരയിൽ ഇരുന്നിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ചുമതല ഏറ്റെടുക്കുകയാണ്. മേയറുടെ ഓഫീസിനകത്തേക്ക് എത്തി. ഇപ്പോൾ മേയറുടെ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം തൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു ഭാഗത്ത് കാണുന്നത്. സ്ക്രീനിൻ്റെ മറുഭാഗത്ത് പാലക്കാട് BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ പാലക്കാട് ഇതാ നഗരസഭ ചെയർമാൻ സ്ഥാനത്തേക്ക് സ്മിതേഷ് യുവമോർച്ചയിലൂടെ സംഘടനാ പ്രവർത്തനം തുടങ്ങി. പിന്നീട് BJPയുടെ കൗൺസിലറായി ഇപ്പോൾ ഇതാ സ്മിതേഷ് പാലക്കാട് നഗരസഭയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് ഇരിക്കുകയാണ്. അവിടെ മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തിന് മധുരം നൽകി ഈ തുടർച്ചയായുള്ള BJPയുടെ ഹാട്രിക് വിജയം, പാലക്കാട്ടെ വിജയം അത് ആഘോഷിക്കുന്നു. അങ്ങനെ BJP പ്രവർത്തകർക്ക് കേരളത്തിലെമ്പാടും ആവേശവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ആത്മവിശ്വാസവും നൽകുന്ന 2 ദൃശ്യങ്ങൾ. അതൊന്ന് പാലക്കാട് നിന്ന് വടക്കൻ കേരളത്തിൽ നിന്ന്, മറ്റൊന്ന് ഇങ്ങ് തെക്കൻ കേരളത്തിൽ നിന്ന് തലസ്ഥാന നഗരിയിൽ നിന്നാണ്. VV രാജേഷും സ്മിതേഷും ചുമതലയേൽക്കുന്നു. നേരത്തെ മധ്യ കേരളത്തിൽ തൃപ്പൂണിത്തറയിൽ അവിടെയും BJPയുടെ ഭരണം വന്നിരിക്കുന്നു. നഗരസഭയിൽ BL ബാബു തൃപ്പൂണിത്തറ നഗരസഭയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് വിജയിച്ചിരുന്നു. 21 വോട്ടുകൾ നേടിയാണ് അദ്ദേഹം വിജയിച്ചത്. പാലക്കാട് സ്മിതേഷിൻ്റെ വിജയം 25 വോട്ടുകളാണ്. അതായത് BJPയുടെ വോട്ടുകൾ കൃത്യമായിട്ട് തന്നെ BJP പാളയത്തിലേക്ക് തന്നെ എത്തുന്നുണ്ട്. 25 കൗൺസിലർമാർ പാലക്കാട് നഗരസഭയിൽ ഈ കുറി BJPക്കുണ്ട്. അവിടെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗത്ത് നിന്നും ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നു. BJPയെ അധികാരത്തിൽ നിന്നും ഏതു വിധേനയും മാറ്റുമെന്ന് വെല്ലുവിളിച്ച ആളുകൾ ഈ കാഴ്ച കാണേണ്ടതുണ്ട്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞത് പാലക്കാട്
BJP അധികാരത്തിലേറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതാ ഇവിടെ ചരിത്രം വീണ്ടും ആവർത്തിക്കുന്നു. തുടർച്ചയായ 3-ാം തവണ പാലക്കാട് BJP വിജയിക്കുകയാണ്. നേരെ അനന്തപുരിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇനിയും VVR അനന്തപുരിയെ നയിക്കാൻ പോകുന്നു. BJP നേതാവ് VV രാജേഷ്, സംസ്ഥാന സെക്രട്ടറി, മുൻ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ, BJPയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ, അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ വിവിധ ചുമതലകൾ, അങ്ങനെ BJPയുടെയും പോഷക സംഘടനകളുടെയും പ്രധാനപ്പെട്ട ചുമതലകളെല്ലാം വഹിച്ച VVR അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നെടുമങ്ങാടും വട്ടിയൂർക്കാവിലും ഒക്കെ മുൻപ് മത്സരിച്ച് BJPയുടെ വോട്ട് ഷെയർ കൂട്ടി. നിയമസഭയിലേക്കും വരും നാളുകളിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന കൃത്യമായ സന്ദേശം നൽകിയ നേതാവ്. അങ്ങനെ മത്സരിച്ച സ്ഥലങ്ങളിലെല്ലാം കൃത്യമായി വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ട് BJPയുടെ സംഘടനാ സംവിധാനത്തെ കൃത്യമായി ചലിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അത് അദ്ദേഹം അനന്തപുരിയുടെ തിരുവനന്തപുരത്തിന്റെ കോർപ്പറേഷൻ സ്ഥാനത്തേക്ക്, മേയർ സ്ഥാനത്തേക്ക് എത്തുകയാണ്. ഇനിയും അനന്തപുരിയെ VVR നയിക്കും. മേയർ തെരഞ്ഞെടുപ്പിൽ 29 വോട്ടുകൾ LDF സ്ഥാനാർത്ഥിയായ ശിവജിക്ക് ലഭിച്ചപ്പോൾ 51 വോട്ടുകളുടെ മികച്ച വിജയമാണ് VV രാജേഷിന് നേടാനായത്. 50 വോട്ടുകൾ BJP കൗൺസിലർമാരുടേതും ഒരാൾ പാറ്റൂർ രാധാകൃഷ്ണൻ എന്ന മറ്റൊരു സ്വതന്ത്ര കൗൺസിലറുടെ പിന്തുണ കൂടി VV രാജേഷിന് ലഭിച്ചിരുന്നു. അങ്ങനെയാണ് ഈ 51 എന്ന വലിയ നമ്പറിലേക്ക് എത്തുന്നത്. പാലക്കാട്ട് 25 സീറ്റുകൾ, അതായത് അത് 25ഉം BJPയുടെ കൗൺസിലർമാർ തന്നെയാണ്. തൃപ്പൂണിത്തറയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ BJPയുടെ 21 കൗൺസിലർമാരുടെ പിന്തുണ. അങ്ങനെ 2 നഗരസഭകളിലും ഒരു കോർപ്പറേഷനിലും BJPയുടെ ഭരണം ആരംഭിക്കുകയാണ്. ഇന്നിനിയും ഉച്ചതിരിഞ്ഞാൽ 2:30യോടുകൂടി ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും അതോടൊപ്പം തന്നെ നഗരസഭകളിലെ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്കുമുള്ള തെരഞ്ഞെടുപ്പ് നടക്കും. നാളെയാണ് പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാരെയും തെരഞ്ഞെടുക്കുന്ന, അതായത് ത്രിതല പഞ്ചായത്ത് സിസ്റ്റങ്ങളിലെ പ്രധാനപ്പെട്ട പദവികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാളെ നടക്കാൻ പോകുന്നു. വലിയ തോതിലുള്ള അടിയൊഴുക്കുകളും ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ വളരെ സജീവമാകാൻ പോകുന്നത് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ തന്നെയാണ്. അതോടൊപ്പം ഇന്നും ഒറ്റപ്പാലം പോലെയുള്ള സ്ഥലങ്ങളിൽ ചില റിപ്പോർട്ടുകൾ വന്നത് UDFിൻ്റെ വോട്ട് LDFിന് പോയി, അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിയെ പിന്തുണച്ചു തുടങ്ങിയ ധാരാളം റിപ്പോർട്ടുകൾ വരുന്നു. ഇപ്പോൾ VV രാജേഷ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിൻ്റെ തത്സമയത്തിൽ കൗൺസിൽ സ്ഥാനമേറ്റു. അതിനുശേഷം ആദ്യമായി നമ്മുടെ സമൂഹത്തിലെ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള ജനങ്ങൾക്ക് അവരുടെ ചികിത്സ, അവരുടെ ആരോഗ്യ പരിരക്ഷണം, ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന സാമൂഹ്യ സുരക്ഷാ മിഷനുമായി നടപ്പിലാക്കുന്ന വയോമിത്രം പരിപാടി, അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 55 വാർഡുകളിലാണ് കോർപ്പറേഷൻ ഈ പരിപാടി ഇപ്പോൾ നടപ്പിലാക്കി തുടങ്ങിയിട്ടുള്ളത്. ബാക്കി വാർഡുകളിലും കൂടി വരുന്ന ദിവസങ്ങൾ നടപ്പിലാക്കും. അതുമായി ബന്ധപ്പെട്ട് 50 ലക്ഷം രൂപ ഈ വാർഡുകളിലേക്ക് അനുവദിക്കുന്ന പദ്ധതിയാണ് ആദ്യമായി ഒപ്പിട്ട ഫയൽ. സാധാരണ ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ അതിന് മുൻഗണന നൽകിക്കൊണ്ടാണ് കോർപ്പറേഷൻ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ കൗൺസിൽ പാസ്സാക്കിയതാണ്, ആ ഫയലാണ് ഒപ്പിട്ടത്. ഓക്കെ, ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം. എന്തേ അത് ഒറ്റ വാക്കിൽ കഴിഞ്ഞ ദിവസം അവിടെ സംസാരിച്ചപ്പോൾ, ഇപ്പോൾ തൊട്ടുമുമ്പ് സത്യപ്രതിഷ്ഠയുടെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, 5 വർഷം കൊണ്ട് തിരുവനന്തപുരം നഗരത്തെ ഇന്ത്യയിലെ ഏറ്റവും വികസിത 3 നഗരങ്ങൾ ഒന്നാക്കി മാറ്റുക, അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. മറ്റൊന്ന്, 2030 ആകുമ്പോഴേക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ വീടും സ്ഥലവുമില്ലാത്ത മുഴുവൻ ആൾക്കാർക്കും കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന കോർപ്പറേഷന്റെയും സാധ്യമാകുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന്റെയും ഒക്കെ തന്നെ ഫണ്ടുകൾ സ്വീകരിച്ചുകൊണ്ട് മുഴുവൻ പേർക്കും വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളൊരു പദ്ധതി ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതോടൊപ്പം നേരത്തെ ഞങ്ങൾ പലതവണ പറഞ്ഞ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുക, മെഡിക്കൽ ടൂറിസം, സ്പിരിച്വൽ ടൂറിസം, വിഴിഞ്ഞം പോർട്ടിന്റെ വികസനം, IT മേഖല, ഈ 4 മേഖലയിലും ഫോക്കസ് ചെയ്തുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ മുന്നോട്ട് പോകുമ്പോൾ വരാൻ പോകുന്ന വർഷങ്ങളിൽ തെക്കേ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായി നമുക്ക് മാറാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ഈ പ്രതീക്ഷകൾ മുന്നോട്ട്